ഇടുക്കിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ മൂന്നാർ, തേക്കടി, വാഗമൺ എന്നിവിടങ്ങളിലേക്ക് സഞ്ചാരികളുടെ പ്രവാഹം. ക്രിസ്തുമസ്, പുതുവത്സരാഘോഷങ്ങൾക്കായി എത്തിയ സഞ്ചാരികളുടെ തിരക്ക് ജില്ലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും കാണാൻ കഴിയും. ഒരു റിപ്പോർട്ട്. ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികളുടെ വൻ പ്രവാഹമാണിപ്പോൾ. കഴിഞ്ഞ ഒരാഴ്ചയായി മൂന്നാർ, വാഗമൺ, തേക്കടി എന്നിവിടങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ സമീപ പ്രദേശങ്ങളിലേക്കും സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചു. മറയൂർ, കാന്തല്ലൂർ, മാങ്കുളം, സൂര്യനെല്ലി എന്നിവിടങ്ങളിലേക്കും സഞ്ചാരികൾ ധാരാളമായി എത്തുന്നുണ്ട്. മാട്ടുപ്പെട്ടി, കുണ്ടള, ടോപ്പ് സ്റ്റേഷൻ, രാജമല, ഗ്യാപ്പ് റോഡ്, പൊന്മുടി, ശ്രീനാരായണപുരം തുടങ്ങി മൂന്നാറിന് സമീപത്തെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും സഞ്ചാരികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗതാഗത കുരുക്കും രൂക്ഷമായി. മൂന്നാറിലെയും വാഗമണ്ണിലെയും കുളിര് നിറഞ്ഞ അന്തരീക്ഷവും സഞ്ചാരികൾക്ക് ഹരം പകരുകയാണ്. This is a very good point. Munnar is like people say that it is a God's own country. It's the best viewpoint, best hill station, and we are really enjoying us. പ്രഭാതത്തിലും സായാഹ്നത്തിലും പുൽമേടുകളിൽ മഞ്ഞു വീഴുന്നുണ്ട്. പുതുവത്സര ദിനം അടുത്തതോടെ സഞ്ചാരികളുടെ തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. മൂന്നാറിലെയും തേക്കടിയിലെയും വാഗമണ്ണിലെയും റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ എന്നിവിടങ്ങളിലെ മുറികൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ബുക്ക് ചെയ്തു കഴിഞ്ഞു. പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് തെക്കിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാറിൽ മാത്രമല്ല, സമീപ പ്രദേശങ്ങളിലെ എല്ലാ ടൂറിസം കേന്ദ്രങ്ങളിലും സഞ്ചാരികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പൊന്മുടിയിൽ നിന്നും ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്.